അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. അവിടെ അമ്മൻ, അവിടെ ഇത് അമ്മൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ബൽ എന്ന അർത്ഥത്തിൽ, അൽ മുൻഖതിഅ എന്ന് പറയും. ബൽ എന്ന അർത്ഥത്തിൽ വ്യാകരണത്തിൽ അതിന് അൽ ഇദ്റാബ് അൽ ഇന്തിഖാലി എന്നൊക്കെ പറയും. മൻ എന്ന് പറഞ്ഞാൽ ആരാണ്, ആരാണ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അമ്മൻ, ആരാണ്, ആരാണ്. ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും, ഹാദല്ലദീ, ആ ഒരുവൻ എന്നാണ്. ആ ഒരുവൻ, ആ ഒരുവൻ എന്ന് പറഞ്ഞാൽ ഏതൊരുവൻ? സ്വത്തും ശക്തിയുമുള്ള ഒരുവൻ. ഹുവ, അവൻ, ജുന്ദുല്ലക്കും, നിങ്ങൾക്ക്. ജുന്താണ്, ജുന്ത് പറഞ്ഞാൽ സൈന്യം, സൈന്യം, സൈന്യം. സൈന്യം എന്തിനാ? സൈന്യം എന്തിനാണ്? സഹായിക്കാൻ, സഹായിക്കാൻ, സഹായിക്കാൻ. അപ്പോൾ അവർ, ഞങ്ങൾക്ക് സ്വത്തുണ്ട്, ഞങ്ങൾക്ക് ശക്തിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ, രക്ഷപ്പെടുത്താൻ ആളുണ്ട് എന്നുള്ളത്, കഴിയും എന്ന്, ഞങ്ങൾക്ക് സ്വയമേവ കഴിയും എന്നുള്ള ഒരു ജൽപ്പനക്കാരാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യം, അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും, നിങ്ങൾക്ക് സൈന്യമായി ഉള്ള ആ ആൾ, അത് ആരാണ്? യൻസുറുക്കും, അവൻ നിങ്ങളെ സഹായിക്കും. മിൻ ദൂനിർ റഹ്മാൻ, മിൻ ദൂനിർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ മിൻ ദൂനി, ദൂനി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ദൂന എന്ന് പറഞ്ഞാൽ താഴെ എന്നർത്ഥം. പക്ഷെ ഇവിടെ അതൊരു പ്രയോഗമാണ് ഗൈർ എന്ന അർത്ഥത്തിൽ. മിൻ ദൂനിർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഗൈരി റഹ്മാൻ എന്ന അർത്ഥത്തിൽ, റഹ്മാനെ കൂടാതെ, റഹ്മാനെ കൂടാതെ, അർ റഹ്മാനായ അള്ളാഹുവിനെ കൂടാതെ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്കുള്ള ജുന്ത്, സൈന്യമായ അവൻ ആരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അല്ലേ? അതായത് ഈ ആയത്തുകൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഈ ആയത്ത് ഇറങ്ങിയ പശ്ചാത്തലം, ഇത് മക്ക കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്ത് അത് സജീവമായപ്പോൾ മക്കയിലെ ബൗദ്ധ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലതുകൊണ്ടും എതിർക്കാൻ തുടങ്ങി, പലതുകൊണ്ടും എതിർക്കാൻ തുടങ്ങി. അപ്പോൾ അവർ എതിർത്തൊരു സംഗതിയായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ പിന്നെ സാമ്പത്തികമായോ അതേപോലെ തന്നെ അവർ പെരുമ നടിച്ചിരുന്ന സന്തതികൾ, ഞങ്ങൾക്ക് മക്കളുണ്ട്, കുറേ മക്കളുണ്ട് എന്നുള്ള ആ ഒരു ഗർവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ, ഞങ്ങൾക്ക് മക്കളുണ്ട്, ഞങ്ങൾക്ക് സമ്പത്തുണ്ട് എന്നതിൽ അവർ എന്ത് ചെയ്തിരുന്നു? നന്നായി ഗർവ് നടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ രക്ഷപ്പെടുത്തും, ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ മാത്രം സ്വത്തുണ്ട് എന്നുള്ളൊക്കെ ഒരു ഗർവുണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, റഹ്മാനായവൻ ഒഴികെ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്കുള്ള ആ ഒരു ജുന്ത്, സൈന്യം, അത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. ആ ചോദ്യം എന്തിനാണ്? ആ ചോദ്യം ഉണ്ട് എന്നുള്ളത് സ്ഥാപിക്കാനല്ല, പിന്നെയോ ഇല്ല എന്നുള്ളത് സ്ഥാപിക്കാനും, പിന്നെ ഈ ഇസ്തിഫാം എന്ന് പറയും. ഈ ചോദ്യങ്ങൾക്ക് അറബി സാഹിത്യത്തിൽ ഇസ്തിഫാം പല ലക്ഷ്യത്തിന് വരും. ആശ്ചര്യത്തെ കുറിക്കാൻ വരും, നിസ്സാരവൽക്കരിക്കാൻ, ഒരു ചിന്ത പറ്റ അപലപനീയമാണ്, അപഹാസ്യമാണ് എന്നുള്ളത് ചിത്രീകരിക്കാൻ വരും. ഇവിടെ അതൊക്കെയാണ് ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും എന്നുള്ള ആ ചോദ്യത്തിൽ അങ്ങനെ സഹായിക്കാൻ നിങ്ങൾക്ക് ആരുമില്ല എന്നുള്ളതും മാത്രമല്ല, ഈ ഒരു ചിന്ത അത് അപഹാസ്യമാണ് എന്നുള്ളത്, പരിഹാസ്യമാണ് എന്നുള്ളത്
അറിയിക്കാനാണ് ഈ ചോദ്യം. അപ്പോൾ അമ്മൻ ഹാദല്ലദി ഹുവ ജുന്ദുല്ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു അനുബന്ധം പറയാണ്, ഇനിൽ കാഫിറൂന ഇല്ലാ ഫി ഗുറൂർ. ഇനിൽ കാഫിറൂൻ എന്ന് പറഞ്ഞാൽ മൽ കാഫിറൂൻ, അവിശ്വാസികൾ അല്ല. ഇൻ എന്ന് പറഞ്ഞാൽ അവിടെ മാ എന്ന അർത്ഥത്തിൽ അല്ല, അവിശ്വാസികൾ അല്ല. ഇല്ലാ ഫി ഗുറൂറിൻ, ഗുറൂറിൽ അല്ലാതെ. ഗുറൂർ എന്ന് പറഞ്ഞാൽ